5 ദിവസം അടുപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാതിരുന്ന് നോക്ക്, നിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. ഒരു 5-6 ദിവസം ബൈബിൾ വായിക്കാതിരുന്ന് നോക്ക്. ഇനി എല്ലാം പോട്ടെ, ഒരു 1-2 ആഴ്ച സഭായോഗത്തിനോ ആരാധനകളിലോ ഒന്നും പങ്കെടുക്കാതിരുന്ന് നോക്ക്. ഈ വചനം എന്ന് പറയുന്നത് ജീവനാണ്. ആരാധന എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഊർജമാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ ശക്തനാകുക. കടലിൽ കിടക്കുന്ന മീനെ കരക്കെടുത്തിട്ടാൽ മീൻ പിടയ്ക്കുന്നത് പോലെയാണ് ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത, പ്രാർത്ഥനാ ജീവിതമില്ലാത്ത, ആരാധനയില്ലാത്ത ഒരു വിശ്വാസിയുടെ അകത്ത് ആത്മാവ് ഞരങ്ങുന്നത്. അതാ പാട്ടുകാരൻ പാടിയത്, തങ്കച്ചിറകടി ഇത്രനാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ തള്ളി നിന്നെ. ആ പ്രാവ് ഇങ്ങനെ അകത്ത് ചിറകിട്ടടിക്കുക. ആ പ്രാവിന് ശ്വാസം മുട്ടുന്നു, ആ പ്രാവിന് ശ്വാസം മുട്ടുന്നു. ആ പ്രാവിന് കിട്ടേണ്ടത് കിട്ടുന്നില്ല, ആ പ്രാവിന് കിട്ടേണ്ട വചനം കിട്ടുന്നില്ല, ആ പ്രാവിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കുന്നില്ല, ആ പ്രാവിനെ പരിഗണിക്കുന്നില്ല. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി. സംഗീതം ഞാൻ കൊടു തന്യർക്കം നോർത്തിന സങ്കടപ്പെട്ടിടുന്നു. കണ്ടോ, ഒരു ദിവസത്തെ വഴിയാത്രയിൽ യേശുവിനെ അവർക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആ യേശുവിനെ തിരിച്ചു പിടിക്കാൻ 3 ദിവസം അലഞ്ഞു നടക്കേണ്ടി വന്നു. ഒന്ന് മനസ്സിലാകല്ലേ? നീ ഒരാഴ്ച പ്രാർത്ഥിക്കാതിരുന്നാൽ ആ നഷ്ടപ്പെട്ട ആത്മസാന്നിധ്യം നിങ്ങൾ തിരിച്ചു വരാൻ നീ 2 ആഴ്ച ഉപവസിക്കേണ്ടി വരും. അനുഭവമുള്ളവരോട് പറഞ്ഞിട്ടാണ്. ഇതിപ്പം ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഇടയിലാണ് അവർ ഭാഗത്ത് കൈയടിക്കുകയോ ബോധം പറയുന്നത് എന്തോ എല്ലാം യാതൊരു ബോധവും ഇല്ലാത്തവരുടെ ഇടയിൽ പറഞ്ഞിട്ട് എന്നാ വന്നിരിക്കുന്നുള്ള ചേർന്ന രാമയും പറയാമോ? അനുഭവിച്ചിട്ടുണ്ടോ അവരെ? വീണ്ടും ഇല്ലല്ലയോ? എനിക്കങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 2 ദിവസം പ്രാർത്ഥന കുറഞ്ഞു പോയാൽ, 2 ദിവസം പ്രാർത്ഥന അല്പം കുറഞ്ഞു പോയാൽ, വചനധ്യാനം കുറഞ്ഞു പോയാൽ, വാക്കിലും പെരുമാറ്റത്തിലും എല്ലാത്തിനകത്തും വ്യത്യാസം ഉണ്ടാകും. ചേർന്ന രാമയും പറയാമോ? അവൻ വേറെ ഒരു ആനയുടെ കാല് പോലാണ്. ഏറ്റവും വലിയ കാലാനയ്ക്ക്, ഏറ്റവും വലിയ കാലാനയ്ക്ക. എന്റെ കാലുകളെ എന്നാ പിന്നെ നമ്മൾ പറയത്തില്ലേ, ഒരു പഞ്ചിനിരിക്കട്ടെ, ഒരു സന്തോഷത്തിനിരിക്കട്ടെ, എന്റെ കാലുകളെ ആനക്കാല് പോലെ. അങ്ങനെയല്ല പറഞ്ഞത്, എന്റെ കാലുകളെ പേടമാന്റെ കാല് പോലാക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാം? ഇങ്ങനെ നീ നടക്കില്ല, തെറിച്ച് കയറി പോവുക.